പ്രണയത്തിലുള്ള രണ്ട് വ്യക്തികൾ ഇന്ന് വരെ ഒരുപോലെ പ്രേമിച്ചിട്ട് ഉള്ള ചരിത്രം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? രണ്ട് വ്യക്തികൾ പ്രണയിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ പ്രണയിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കല്ലേ? ഒരാൾക്ക് മാത്രമായിരിക്കും ശക്തമായ പ്രണയം, മറ്റാൾ പ്രേമം അഭിനയിക്കുകയായിരിക്കും. ആയിരിക്കും അല്ലേ? ഇത് ശരിക്കും പറഞ്ഞ ആരും ചിന്തിക്കാത്ത ചോദിക്കാത്തൊരു ചോദ്യം. അത് അതെ, സത്യമായിട്ട് അതാണ്. കാരണം മറ്റേ ഒരു കാമുകനും കാമുകയും ഉണ്ടാവുമ്പോ അതില് ഏറ്റവും അധികം ഒരാൾക്കായിരിക്കില്ലേ സ്പാർക്ക് തോന്നിയിട്ടുണ്ടാവും. അയാളാണല്ലോ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മറ്റാൾക്ക് ഓൾറെഡി സ്പാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരാൾ വന്നിപ്പോ എന്നോട് പറയണു, ടീച്ചർ എനിക്ക് ടീച്ചറോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുവരെ എനിക്ക് ആ സ്പാർക്ക് ഇല്ല, അയാളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ആ സ്പാർക്ക് ഒരു ഒറ്റയടിക്കാൻ എന്റെ ഉള്ളിലേക്ക് വരുമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അയാൾ 6 മാസം മനസ്സിൽ എന്നെ ആലോചിച്ച് നടന്ന് താലോലിച്ചിട്ടായിരിക്കും എന്നോട് അത് വന്ന് പറയുന്നത്. അപ്പൊ 6 മാസത്തെ ആ സ്നേഹം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ആരായി? ആമി മൊയിലും കഥ പോലെയാ. അയാൾ 6 മാസം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുള്ള ഒന്ന് ബിഗിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ പ്രേമം ഒരിക്കലും ഒരേ റേഞ്ചിൽ പോകുന്നതല്ല. ഒരാൾ എന്നും മുന്നിലായിരിക്കും, മറ്റാൾ പുറകിലും. ഇവർ രണ്ടുപേരും ഒന്നിച്ചാന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. പിന്നെ അതിന്റെ ഇടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആവുന്നതാണ് പ്രശ്നം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമായിട്ടല്ലല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, കോംപ്രമൈസ് ചെയ്യരുത്, കോംപ്ലിമെന്റ് ചെയ്യണം. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും, നിനക്ക് വേണ്ടി ഞാൻ അന്ന് എത്രമാത്രം സഹിച്ചിട്ട് അവിടെ നിന്റെ കൂടെ നിന്നെ എന്ന് പറയുമ്പോ അതുവരെ നിന്നത് മുഴുവൻ വേസ്റ്റ് ആയി. അതുവരെ നമ്മൾ സഹിച്ചു നിന്നത് മൊത്തം ഇപ്പൊ വിളിച്ചു പറയുമ്പോ ആ നിന്നതിന്റെ വില പോയി. ഇപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ മൊത്തം സ്നേഹവും പോയി.